ഇന്നത്തെ സ്വരലയം സെഗ്മെന്റിലൂടെ നമ്മൾ അനുസ്മരിക്കുന്നത് രാഗിണി അമ്മയാണ്. നഗരം കാണാത്ത നാണം മാറാത്ത നാടൻ പെണ്ണാണു നീ, ഒരു നാടൻ പെണ്ണാണു നീ. തിരുവിതാംകൂർ സഹോദരിമാരിൽ ഇളയതായി ജനിച്ചു. കാട്ടാക്കട ഗോപാലപിള്ളയുടെയും മലയ കോട്ടേജ് സരസ്വതി അമ്മയുടെയും മകളാണ്. ഉദയശങ്കറിന്റെ കൽപ്പനയാണ് ആ ഒരു ഫിലിമിൽ കൂടെയാണ് ആദ്യം രംഗത്തേക്ക് വരുന്നത്. മലയാളം ഫിലിംസ് കൂടാതെ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ഒക്കെ ധാരാളം ചിത്രങ്ങളിൽ അഭിനയിച്ചു. പ്രസന്ന എന്ന ചിത്രമാണ് ആദ്യമായിട്ട് മലയാളത്തിൽ ചെയ്തത്. ഭാര്യ എന്ന ചിത്രത്തിലൂടെയും രാഗിണിയും അഭിനയിച്ച നിരവധി സീനുകൾ, പാട്ടുകൾ നമ്മുടെ മനസ്സിലുണ്ട്. ഉദാഹരണത്തിന് മുൾക്കിരീടമിതെന്തിനു നൽകി സ്വർഗസ്ഥനായ പിതാവേ, എനിക്ക് മുൾക്കിരീടമിതെന്തിനു നൽകി സ്വർഗസ്ഥനായ പിതാവേ. രാഗിണി, എനിക്ക് രാഗിണി ചേച്ചി എന്ന് വിളിക്കാൻ പറ്റൂ. കാരണം ഞങ്ങള് കുടുംബ സുഹൃത്തുക്കളായിരുന്നു. രാഗിണി കല്യാണം കഴിച്ച് താമസിച്ചിരുന്നത് ട്രിവാൻഡ്രത്ത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ഇപ്പുറത്തുള്ള അതുപോലൊരു വലിയ ബംഗ്ലാവ് ഉണ്ട്. ഇന്ന് വാട്ടർ അതോറിറ്റിയുടെ ട്രിഡയുടെ ഓഫീസാണെന്ന് തോന്നുന്നു. അത് അവരുടെ വീടാണ്. അതുപോലെ തന്നെ രാഗിണി ചേച്ചിയുടെ അഭിനയത്തിന്റെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല. സത്യൻ മാസ്റ്ററുമായിട്ടുള്ള ഓരോ രംഗങ്ങളും നമുക്ക് അവിസ്മരണീയമായി തീർത്ത ഒരു വലിയ നടിയാണ് രാഗിണി. എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു ഗാനം, ഓമനക്കൈയിൽ ഒലിവിലക്കൊമ്പുമായി ഓശാന പെരുന്നാള് വന്നു, ഓശാന പെരുന്നാള് വന്നു. ഓമനക്കൈയിൽ ഒലിവിലക്കൊമ്പുമായി ഓശാന പെരുന്നാള് വന്നു, ഓശാന പെരുന്നാള് വന്നു. പഞ്ചാര പാല് മിഠായി, പുഞ്ചിരി പഞ്ചാര പാല് മിഠായി, ആർക്ക് തരും ആർക്ക് തരും ആർക്ക് തരും, ഓ പഞ്ചാര പാല് മിഠായി. രാഗിണിയമ്മ ഒരു നല്ല നടിയെന്നതിലുപരി ഒരു ഗായിക കൂടിയായിരുന്നു. ശശിയേട്ടന്റെ IV ശശിസാറിന്റെ പടമാണെന്ന് തോന്നുന്നു, ആലിംഗനം എന്നുള്ള ചിത്രമാണെന്ന് തോന്നുന്നു രാഗിണിയമ്മ അവസാനമായി അഭിനയിക്കുന്നത്. 1976 ഡിസംബർ 30 രാഗിണിയമ്മ അന്തരിച്ചു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, പി ഭാസ്കരൻ മാഷിന്റെ എക്കാലത്ത് ഹിറ്റായ നായരെ പിടിച്ച പുലിവാല് എന്ന ചിത്രമാണ് രാഗിണിയമ്മയുടെ ഏറ്റവും സൂപ്പർ ഡൂപ്പർ ഹിറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ചിത്രം. അതില് ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ഗാനമുണ്ട്, കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം എന്ന ഗാനം. ഷീലാമ്മ തുടങ്ങി വിട്ടരും. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിപ്പോയി. ഞാൻ ഷീലാമ്മ പഠിപ്പിച്ചുതരാം. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം പഠിക്കുന്നു. പാട് എനിക്കറിയാം. ഷീലാമ്മ എത്രയോ പാടിയിരിക്കുന്നു. ഞാൻ മദ്രാസിലൊക്കെ വെച്ച് എത്രയോ പ്രാവശ്യം പാടിയിരിക്കുന്നു. താളം വേണ്ട, ഒരു വരി. കാത്തു സൂക്ഷിച്ചൊരു. ഷീലാമ്മ ഒന്ന് പാടി നോക്ക്, അങ്ങനെ പിണങ്ങാതെ ഒന്ന് പാടി നോക്ക്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഒരു റോസാ ചെടി ഉണ്ടായിരുന്നു. എനിക്ക് കഥയൊന്നും കേൾക്കണ്ടേ, കാത്തു കേട്ടിട്ട് മതി. അപ്പൊ ആരോ പറഞ്ഞു ഇതിന്റെ അടുത്ത് പോയി അതിങ്ങനെ വാടി ഇങ്ങനെ നിക്കുക, അതിന്റെ അടുത്ത് പോയി ദിവസം പാടിയത് അങ്ങ് നല്ല കുറെ റോസ് പൂക്കളുണ്ടാവുന്നു. ഞാൻ ദിവസം രാവിലെ പോയി പാടും. ഇങ്ങനെ പാടി ഒരു മാസമൊക്കെ ആയപ്പോ ആ ചെടി അങ്ങ് വാടി കരിഞ്ഞു പോയി. അങ്ങനെയുള്ള ഞാൻ പാടണോ? സാരമില്ല, അടുത്തിരിക്കുന്ന അണ്ണാച്ചില്ലേ, കരിഞ്ഞോട്ടെ, കുഴപ്പമില്ല. നല്ല മനസ്സ് കേട്ടോ. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയി, അയ്യോ കാക്കച്ചി കൊത്തി പോയി. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയി, അയ്യോ കാക്കച്ചി കൊത്തി പോയി. നോക്കി വെച്ചൊരു കാരാകാര
താമരപ്പഴം നോട്ടം തെറ്റിയാൽ പോകും, നിന്റെ നോട്ടം തെറ്റിയാൽ പോകും. രാഗിണിയമ്മയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഫീൽഡിലോട്ട് കയറി വരുന്ന ആ സമയത്തായിരുന്നു അവർ പോകുന്ന, കല്യാണമൊക്കെ കഴിഞ്ഞ് പോകുന്ന സമയമായിരുന്നു. അതിന് കൂടുതൽ പടങ്ങളൊന്നും അഭിനയിക്കാൻ ഒത്തില്ല, എന്നാലും 4-5 പടങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങൾ താമസിക്കുന്ന ചെന്നൈയിൽ, ഞങ്ങൾ താമസിക്കുന്ന പോയസ് ഗാർഡന്റെ അടുത്ത് തന്നെയാണ് അവരുടെ വീടും. സോ ഒരു പടം അഭിനയിച്ചപ്പോൾ ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടു. അവര് ലോകം മുഴുവനും കറങ്ങി ഡാൻസൊക്കെ ചെയ്ത് പല പല മേക്കപ്പ് സാധനങ്ങളും ഡ്രസ്സുകളും ഒക്കെ മേടിച്ച് ഞാനൊക്കെ അങ്ങനെ അത്ഭുതം കൊണ്ട് നിൽക്കും. ഞങ്ങൾ കേരളത്തിലെ ഒരു കുഗ്രാമത്തിൽ നിന്ന് വന്ന ഒരു പെണ്ണായിരുന്നു അന്ന് ഞാൻ. അപ്പോൾ അവരാണ് പറഞ്ഞത്, ഈ മേക്കപ്പ് മാൻ്റെ മുന്നിൽ തരുന്നിങ്ങനെ അവർ പറയുന്നത് മാത്രം ചെയ്ത് നമ്മളും പഠിക്കണം, കണ്ണെഴുതാൻ പഠിക്കണം, ലിപ്സ്റ്റിക് നമ്മൾ തന്നെ ഇടണം. അന്ന് ഐലാഷൊക്കെ ആ കാലത്ത് തന്നെ അവർ ഒട്ടുമായിരുന്നു. അതൊക്കെ അങ്ങ് നോക്കി അതിശയിച്ച് പോയി ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. അവരുടെ വീട്ടിലേക്ക് മിക്കവാറും ഞാൻ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്തൊക്കെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ അവർ 2 പിള്ളേരുണ്ട്, അവരെ കാണാനായിട്ട് ഞങ്ങൾ എല്ലാം ഒരുമിച്ച് കളിച്ചൊക്കെ ഞങ്ങൾ നടന്നിട്ടുണ്ട്. അതിനേക്കാളൊക്കെ വേദന ഉള്ളതെന്ന് വെച്ചാൽ അവര് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞാൻ മിക്കവാറും ദിവസങ്ങൾ ഞാൻ ഹോസ്പിറ്റലിൽ നിന്നിട്ടുണ്ട് കൂടെ. എനിക്ക് ഭയങ്കര ദുഃഖകരമായ, വിചാരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് അവരുടെ മരണവും അവർക്ക് ക്യാൻസർ വന്ന് അവർ മരിച്ചതും. ആ ലാസ്റ്റ് നിമിഷത്തില് കൈയൊക്കെ ഇങ്ങനെ വീർത്തിരുന്നു. ഡോക്ടർ പറഞ്ഞിരുന്നു ഇനി 2-3 ദിവസങ്ങളേ ഉള്ളൂ എന്ന് പറയുമ്പോ ആ മോൾക്ക് അവര് ചോറ് വാരി കൊടുത്തു. അപ്പൊ ഞാൻ പോയപ്പോ എനിക്കൊരു ഉരുള ചോറ് എടുത്തു കൊടുത്തു. എനിക്കിപ്പോഴും അതൊന്നും മറക്കണം ഒക്കാത്ത കാര്യങ്ങളാണ്. ഷി വാസ് എ ഗ്രേറ്റ് ആക്ടർ. ലളിതാ പത്മിനി രാഗിണി എന്ന് പറഞ്ഞ ഏറ്റവും നല്ല ഡാൻസ് ചെയ്യുന്നത് രാഗിണിയമ്മയായിരുന്നു. അതില് ശാസ്ത്രീയമായിട്ട് നല്ല ഡാൻസ് ചെയ്യുന്ന ആളായിരുന്നു അവര്. എല്ലാവരുടെ അഭിപ്രായം അതായിരുന്നു. എന്താ